നിനക്ക് എൻ്റെ അമ്മയാകാൻ പറ്റുമെന്ന്. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നാം അത് അത്ര ഗൗരവത്തിലെടുക്കാറില്ല. കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളായിട്ടാണ് കയറി ചെല്ലുന്നത്, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയായിട്ട്. ഈശോ നമ്മളുടെ കൂടെ നിൽക്കുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളോട് നീ എന്തിനാ അത് ചെയ്തത്, നീ എന്തിനാ ഇത് ചെയ്തത് എന്ന് ചോദിക്കാനേ അല്ല. നമ്മൾ വീഴുമെന്നറിയാം, വീണ് കഴിയുമ്പോൾ മോനെ എഴുന്നേൽക്ക് എന്ന് പറയാൻ വേണ്ടി മാത്രം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസിന് നാം ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഒരുങ്ങുമ്പോൾ ക്രിസ്തു നമ്മുടെ കാതിൽ മന്ത്രിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഉണ്ണീശോയുടെ ജന്മദിനമാണ്. അതായത് ഉണ്ണീശോയുടെ ബർത്ത്ഡേ ആഘോഷത്തിനുള്ള ഒരുക്കാണ്. അപ്പോൾ ഉണ്ണീശോ നമ്മളുടെ ഓരോരുത്തരുടെയും കാതിൽ വന്ന് വളരെ സ്നേഹത്തോടെ നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എൻ്റെ അമ്മയാകാൻ പറ്റുമെന്ന്. പ്രിയമുള്ളവരെ, ഈശോ അതായത് ഉണ്ണീശോ നമ്മളുടെ അടുക്കൽ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ കാതിൽ വളരെ സ്നേഹത്തോടു കൂടെ നമ്മളോട് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ അമ്മയാകാൻ പറ്റുമെന്ന്. പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. പക്ഷേ ക്രിസ്തു നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം എന്നും നമ്മളോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട്. ക്രിസ്തു വന്ന് പിറന്നത് പരിശുദ്ധ അമ്മയുടെ ശരീരത്തിലേക്കാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ക്രിസ്തു വന്ന് പിറക്കേണ്ടത് നമ്മളുടെ ഹൃദയത്തിലാണ്. അങ്ങനെ ഈ ഹൃദയത്തിൽ ഈശോയെ നീ വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈശോയെ ഈ ശരീരത്തെ നിന്റെ അമ്മയുടെ ശരീരം പോലെ ആക്കണമേ എന്ന. പരിശുദ്ധ അമ്മയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത അറിയാലോ, അത് കൃപ നിറഞ്ഞതായിരുന്നു. നമ്മളുടെയൊക്കെ ശരീരം എന്ത് നിറഞ്ഞതാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈശോയുടെ ആഹ്വാനത്തിന് നമുക്ക് ചെവി കൊടുക്കാം. ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ ഈ ശരീരത്തെ എൻ്റെ അമ്മയുടെ ശരീരമാക്കി മാറ്റും, എന്നിട്ട് ഈ ക്രിസ്തുമസിന് ഞാൻ ഈ ശരീരത്തിൽ വന്ന് പറക്കാം. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നാം അത് അത്ര ഗൗരവത്തിലെടുക്കാറില്ല. നാം പലപ്പോഴും ബാഹ്യ ആഘോഷങ്ങളുടെ പിന്നാലെ. ബാഹ്യ ആഘോഷങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, ബാഹ്യ ആഘോഷങ്ങൾ വേണം. ക്രിസ്മസ് ട്രീ ഒരുക്കണം, ക്രിസ്മസ് നക്ഷത്രം ഇടണം, പുൽക്കൂട് ഒരുക്കണം, വീട്ടിൽ നല്ല സദ്യ ഒരുക്കണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ അതൊക്കെ ചെയ്യുന്നതിന് അർത്ഥം വരുന്നത് ക്രിസ്തുവിൻ്റെ ഈ ആഹ്വാനത്തിന് ചെവി കൊടുക്കുമ്പോൾ. ക്രിസ്തു ഉണ്ണീശോ നമ്മളുടെ അടുക്കൽ വന്ന് നമ്മുടെ കാതിൽ മന്ത്രിക്കുന്നത് നാം എപ്പോഴും കേൾക്കണം, നിനക്ക് എൻ്റെ അമ്മയാകാൻ പറ്റുമെന്നാണ് പറയും. നിനക്ക് എൻ്റെ അമ്മയാകാൻ പറ്റുമോ എന്നല്ല, നിനക്ക് എൻ്റെ അമ്മയാകാൻ പറ്റും. അതേ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ക്രിസ്മസ് കാലയളവിൽ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കുമ്പസാരം. പ്രിയമുള്ളവരെ, ഈ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് ആ ഒരിടത്തെ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തുന്ന ഒരിടമാണ് കുമ്പസാരക്കൂട്. അതെ, കുമ്പസാരക്കൂടിൻ്റെ പ്രത്യേകത അതാണ്. കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളായിട്ടാണ് കയറി ചെല്ലുന്നത്, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയായിട്ട്. പിന്നീട് വേറൊരു കാര്യം കൂടി ഓർക്കണം, നമ്മളാണ് കുമ്പസാരിക്കാൻ ചെന്നതെന്നാണ്. പക്ഷെ നമ്മളല്ല, ക്രിസ്തു നമ്മളെ ക്ഷണിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നത്. ആ ഒരു ബോധ്യം ഉണ്ടാണ്. ക്രിസ്തു നമ്മളെ കുമ്പസാരക്കൂട്ടിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ അമ്മയുടെ തലത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഉയർത്താൻ വേണ്ടിയിട്ട്. ക്രിസ്തു തൻ്റെ ചങ്കിൽ നിന്ന് താഴേക്ക് വീഴുന്ന ചോര കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കഴുകി തുടച്ച് തൂവെണ്മയുള്ള ശരീരവും മനസ്സും ഹൃദയവുമാക്കി നമ്മളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ നാം പരിശുദ്ധ അമ്മയായിട്ട് മാറിയിരിക്കുക. കാരണം ഫുൾ ഓഫ് ഗ്രേസാണ്. നമ്മൾ പരിശുദ്ധ അമ്മയായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ പാപത്തിൻ്റെ കറയില്ല, പാപത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല, ഉത്ഭവ പാപവും ഇല്ല, കർമ്മപാപവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടേതുപോലെയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടേതുപോലെ ആകാൻ എളുപ്പമാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടേതുപോലെ ആയിരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈശോ കൂടെയുണ്ട്. ഈശോ നമ്മളുടെ കൂടെ നിൽക്കുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളോട് നീ എന്തിനാ അത് ചെയ്തത്, നീ എന്തിനാ ഇത് ചെയ്തത് എന്ന് ചോദിക്കാനേ അല്ല. ഈശോ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മളെ ശിക്ഷിക്കാനും അല്ല. ശിക്ഷ മുഴുവൻ്റെ അവനിങ്ങനെ കുരിശിലേറ്റെടുത്തിട്ടുണ്ട്. പിന്നീട് അവൻ എന്തിനാ നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വീഴുമെന്നറിയാം, വീണ് കഴിയുമ്പോൾ മോനെ എഴുന്നേൽക്ക് എന്ന് പറയാൻ വേണ്ടി മാത്രം. ആ എഴുന്നേൽക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നീ എൻ്റെ അമ്മയായിരുന്നു, പക്ഷേ ഇപ്പോൾ അമ്മയുടെ തലത്തിൽ നിന്ന് ഒരു സത്രക്കാരൻ്റെ തലത്തിലേക്ക് നീ താണുപോയി അല്ലേ. സത്രത്തിൽ ഇടം കൊടുത്തില്ലല്ലോ, കാരണം ഇടം കൊടുക്കാഞ്ഞിട്ടല്ല, ആ ഇടത്തിൽ അവിടെ പിറക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അത് കൃപ നിറഞ്ഞതായിരുന്നില്ല. അതുകൊണ്ട് സത്രക്കാരൻ്റെ തലത്തിലേക്ക് താഴേക്ക് വീഴുമ്പോൾ കൈപിടിച്ചുയർത്തി, വരൂ നിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ തലത്തിലേക്ക് വീണ്ടും ഉയർത്താം എന്ന് പറയാൻ വേണ്ടി, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്രിസ്തു നമ്മുടെ കൂടെ നിൽക്കുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. അതേ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ഒരുക്ക കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലണം. ആ ഇടമാണ് ഈ ഇടത്തെ കർത്താവിൻ്റെ പിറവിയിടമാക്കി മാറ്റാനുള്ള ഒരു സുന്ദരമായ സ്ഥലം. അതെ, പരിശുദ്ധ അമ്മയുടേതുപോലെ ജീവിക്കാനുള്ള ഒരാഹ്വാനം. ഈശോയുടെ സ്നേഹത്തോടു കൂടിയ, അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹത്തോടു കൂടിയ ആ ഒരു മൃദുമന്ത്രണം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. വേറൊന്നുമല്ല, മോനെ മോളെ
നിനക്ക് എൻ്റെ അമ്മയാകാൻ പറ്റും. അതേ പ്രിയമുള്ളവരെ, അമ്മയാകാനുള്ള അവസരം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഈ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കാം. ഈശോയുടെ സ്നേഹത്തോടു കൂടിയ ആലിംഗനം ഇങ്ങനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ ക്രിസ്തുമസ് യഥാർത്ഥത്തിൽ വ്യക്തിപരമായ ഒരു ക്രിസ്തു അനുഭവമാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.